എന്റെ ധാരണകളൊന്നും തിരുത്താൻ സിജനെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. അതിനുവേണ്ടി ശ്രമിക്കുകയും വേണ്ട. ഇന്ന് രാത്രി സീതയുടെ ധാരണകൾ തിരുത്താൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ വയലൂരം വീട്ടിലോ നിങ്ങളുടെയൊക്കെ മുമ്പിലോ വരില്ല. സത്യം. സിജൻ എത്ര കെഞ്ചി പറഞ്ഞിട്ടും നിന്റെ മനസ്സ് മാറിയില്ലെങ്കിൽ അത് കഷ്ടമാ സീതേ. എനിക്കും അത് തന്നെ പറയാനുള്ളത്. മതികലെ ഒന്ന് വിളിച്ച് ആകാശം ഇടിഞ്ഞു വീഴുവോ? ഈ കാർഡുകൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അവള് ചാടിത്തുള്ളി വരും, ഉറപ്പാ. ശരി, ഞാൻ വിളിക്കാം. പക്ഷേ സിജൻ മര്യാദരാമനായി ഇത് തിരിച്ചു തന്നു എന്ന് പറഞ്ഞ അവള് വിശ്വസിക്കില്ല. ആ, അതിനൊരു സൂത്രമുണ്ട്. മനസ്സിൽ ഇതൊക്കെ സൂക്ഷിക്കാൻ എന്നെ ഏൽപ്പിച്ചെന്ന് പറയണം. എന്റെ കയ്യിൽ നിന്ന് നീ ചൂണ്ടിയെടുത്തെന്ന് പറഞ്ഞാ അവള് വിശ്വസിച്ചോളൂ. ആ, കുഞ്ഞിനെ ഇങ്ങിത്താ മോളെ, നീ വിളിക്കും മോളെ. കലയുടെ പുതിയ നമ്പർ ഇതിലുണ്ടോ? ഞാൻ സേവ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നിപ്പോ എന്ത് ചെയ്യും? സീതടുത്തി അവളുടെ അമ്മയെ വിളിക്കും. ഒന്നുകിൽ അവൾ കൂടെ തന്നെ കാണും, അല്ലെങ്കിൽ അവളുടെ നമ്പർ ചോദിച്ചാൽ മതി, അവർ തരും. വയലോരം വീട്ടിൽ നിന്ന് ആ നാറി ബാലനാ. DNA ടെസ്റ്റ് വിജയിച്ചതിന്റെ അഹങ്കാരം പറയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. എന്റെ നമ്പർ കയ്യിലുണ്ടാവില്ല. എന്റെ മുന്നിൽ ഒരുത്തനും ആള് കളിക്കണ്ട. ഞാൻ ഫോൺ എടുക്കുന്നില്ല. ചുമ്മാ എടുക്കുന്നേ. കൂടുതൽ ഡയലോഗ് അടിച്ചോണ്ട് വന്നാ തിരിച്ച് നല്ലത് പറയാൻ അമ്മയ്ക്കറിയാലോ. പിന്നെന്താ, എടുക്കല്ലേ? ധൈര്യമായിട്ട് എടുക്ക്. ആ, എന്താ ബാല? ഞാൻ സീതയാണ്. എന്താ വിശേഷിച്ച്? എനിക്ക് കലയുടെ പുതിയ നമ്പർ ഒന്ന് വേണമായിരുന്നു. ഒരത്യാവശ്യ കാര്യം പറയാനാ. അവളെന്റെ അടുത്ത് തന്നെ ഉണ്ട്. എങ്കിലും ഫോണൊന്ന് കൊടുത്താ മതി. സീതയാ? ആ, സീതയെടുത്തി, എന്തുണ്ട് വിശേഷം? നിന്റെ മൊബൈൽ ഫോണിന്റെ സിം കാർഡ് മെമ്മറി കാർഡും എന്റെ കയ്യിലുണ്ട്. അത് തിരിച്ചു തരാന്ന് പറയാൻ വേണ്ടിയാ വിളിച്ചത്. നേരോ? ആ, സിജനത് അപ്പച്ചമ്മയെ ഏൽപ്പിച്ചിട്ടാ പോയത്. ഞാനിപ്പോഴാ അതറിഞ്ഞത്. അപ്പച്ചമ്മ ഒളിപ്പിച്ച് വെച്ചിടത്ത് നിന്ന് ഞാനത് കണ്ടെടുത്തു. ഞാൻ ഉടനെ വരാം സീതയെടുത്തി. ധൃതി കൂട്ടണ്ട. നേരെ വിരട്ടിയിട്ട് ഒരു 7 മണി കഴിഞ്ഞിട്ട് വന്നാ മതി. അപ്പോ വേറെ ആരും ഇവിടെ ഉണ്ടാവില്ല. ആ, പിന്നെ കാർ അകത്തോട്ട് കൊണ്ടുവരണ്ട. ഓ, ഞാൻ വരാം സീതയെടുത്തി. ഈ ഉപകാരം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ജീവന്റെ ജീവനാണെന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പേ കട്ട് ചെയ്ത് കളഞ്ഞു. നാശം. എന്താ അവള് പറഞ്ഞത്? എന്റെ സിം കാർഡും മെമ്മറി കാർഡും എടുത്തു വെച്ചിട്ടുണ്ടെന്ന്. 7 മണി കഴിഞ്ഞു ചെന്നാ തരാന്ന്. ചതി വല്ലതും ആണോ മോളെ? അവൾ എന്നെ എന്ത് ചതിക്കാനാ അമ്മേ? കൈ വീശി കരണത്തൊന്ന് പൊട്ടിച്ച ചത്തു വീഴുന്നൊരു കൊതുക് അവള്. എന്തായാലും ഞാൻ പോവാൻ തീരുമാനിച്ചു. രാത്രി 7 മണി. അതോടെ മെമ്മറി കാർഡ് കൊണ്ടുള്ള ടെൻഷൻ തീരും. മനസ്സിജൻ കോപ്പി ചെയ്ത് വെച്ചിട്ടാണോ കൊടുത്തതെന്ന് അറിയില്ലല്ലോ മോളെ. ആ, അങ്ങനൊരു റിസ്ക് ഉണ്ട്. എന്നാലും ഒറിജിനൽ നമ്മുടെ കയ്യിലെത്തിയ പാതി സമാധാനമാവും. മതി, കേട്ടത് നേരാ. നിന്റെ രവി വളരെ സ്ട്രോങ് ആയിട്ട് കുട്ടിമണിയുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. മിക്കവാറും രാഹുലിനെ കൊണ്ട് അവളെ കെട്ടിക്കാൻ തന്നെയാവും അയാളുടെ ഉദ്ദേശം. അപ്പൊ പിന്നെ നമ്മുടെ ജോലി കുറഞ്ഞു മോളെ. കല്യാണത്തിന് ചെന്ന് നവദമ്പതികളെ ആശംസിച്ചാൽ മാത്രം മതി. പക്ഷേ അങ്ങനെ എളുപ്പം കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുട്ടിമണിയെ ചികിത്സ ചെയ്യുന്ന ഡോക്ടർ ലൈല ഭയങ്കര മുടയാ. കുട്ടിമണിയെ അഡ്മിറ്റ് ചെയ്തത് മനസ്സിലാണെന്നും രവിക്കവയുടെ ഒരു അധികാരമില്ലെന്നാ അവരുടെ വാദം. അവളെ ചികിത്സിച്ച് മനസ്സിനെ കുറിച്ചുള്ള ഓർമ്മകൾ വീണ്ടെടുക്കുകയാണത്രേ. പിന്നെ വീണ്ടെടുക്കും പോലും. എന്തോ പൊട്ട ഭാഗ്യത്തിന് ഇത്തിരി ഓർത്തതിന്റെ പേരിൽ എന്തൊക്കെ കിനാവുകളാ. ലൈല അങ്ങനെ എഴുതിത്തുള്ളണ്ട. അവരുടെ ചികിത്സയില മുമ്പ് കുട്ടിമണിയുടെ ബുദ്ധി ഇത്തിരി കൂടിയത്. എന്തായാലും കുട്ടിമണി അവിടുന്ന് കൊണ്ടുപോകുന്നുള്ള വാശിയില്ല രവി. അത് നീ എങ്ങനെ അറിഞ്ഞു? രവി ഡോക്ടറെ വെല്ലുവിളിച്ചു. മതി, വെല്ലുവിളിച്ചു അല്ലേ? നന്നായി. അപ്പൊ ഇന്ന് രാത്രി കുട്ടിമണി അവിടുന്ന് കാണാതായ ആശുപത്രിക്കാര് രവിയെ സംശയിക്കുള്ളൂ. അതെ, ഇനി കഥ അങ്ങനെ പോട്ടെ. ഇന്ന് രാത്രി രവി കുട്ടിമണിയെ തട്ടിക്കൊണ്ടു പോട്ടെ. ഏയ്,
അയാളെങ്ങനെ എടുത്താടി ഒന്നും പ്രവർത്തിക്കില്ല മതി. അല്ല, നമ്മളല്ലേ ഈ കിഡ്നാപ്പിനെ കുറിച്ച് ആലോചിക്കുന്നേ? ഓ എടാ പൊട്ടാ, നമ്മള് കിഡ്നാപ്പ് ചെയ്തിട്ട് അയാളുടെ തലയിൽ കുറ്റം വെച്ച് കെട്ടുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുട്ടിമണിയെ തൂക്കി എടുത്തോണ്ട് പോണം. മയക്കുമരുന്ന് കുത്തിവെച്ച് അബോധാവസ്ഥയിലാക്കിയിട്ട് അവളും രാഹുലനുമായിട്ടുള്ള വിവാഹം നടത്തണം. ഫസ്റ്റ് നൈറ്റും പിന്നൊരു 3-4 നൈറ്റും കഴിഞ്ഞിട്ടേ അവള് പുറം ലോകം കാണാവൂ. പക്ഷേ രവി പ്രശ്നം ഉണ്ടാക്കിയാലോ? ഇന്ന് രാത്രി നമ്മൾ അവളെ പൊക്കിയ നാളെ കാലത്ത് അയാൾ അകത്താവും. ലോക്കപ്പിൽ കിടന്ന് അയാൾ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ? കൊള്ളാം മോളെ, ഇത് വർക്കൗട്ടാവും. 7 മണിക്ക് ഞാൻ വയലോരം വീട്ടിലെത്തും. മെമ്മറി കാർഡ് കയ്യിലാക്കിയിട്ട് ബാക്കി നീക്കങ്ങൾ. വിശ്വസിക്കാൻ കൊള്ളാവുന്ന 2 പേരെ സഞ്ജു അറേഞ്ച് ചെയ്ത് തരണം. അത് ഞാൻ ഏറ്റുമതി. എന്റെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട മനസ്സിന് മറ്റൊരടി. പ്രിയപ്പെട്ട കുട്ടുവിന്റെ നഷ്ടം. രാത്രി 7 മണിക്ക് എന്റെ നല്ല നേരം തുടങ്ങുക. ബായ്, സെറ്റിംഗ്സ് ഒക്കെ റെഡിയാ ബായ്. കയറ്, തുണി, ചാക്ക്, പെട്രോള്, തീപ്പെട്ടി വരെ എല്ലാം റെഡിയാ. എന്തോന്നിനാ രണ്ടിന്റെയും പുറപ്പാട്? ഈ വീടിന് തീയിടാനോ മറ്റാണോ? തീയിടുന്നുണ്ട്. ഈ വീടിനല്ല, ഈ വീട്ടിൽ താണ്ഡവദഹനം നടത്തിയ വില്ലനും വില്ലത്തിക്കും. സിജ, ഇത്രയും നേരം ഞങ്ങൾ കഥയറിയാതെ ആട്ടം കണ്ടു. ഇനി അത് പറ്റില്ല. ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയണം. നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. ആ ഉറപ്പ് തന്നാ പോരെ? അത് പോര സിജ, ഇനി ഈ ഒളിച്ചോളി വേണ്ട. 7 മണിക്ക് മതികല ഇവിടെ എത്തും. അവളെ ഞാനിവിടെ ഒരു മുറിയിൽ അടച്ചിടും. 8 മണിക്ക് ശിവയുടെ രംഗപ്രവേശം. പിന്നെ ഇവിടെ വിചാരണ നടക്കും. 2 പേർക്കുള്ള ശിക്ഷ ഞാൻ തന്നെ വിധിക്കും. വിധി നടപ്പാക്കും. എന്താ സിജന്റെ ഉദ്ദേശം? ഈ വീടൊരു കൊലക്കളമാക്കാനാണോ? അങ്ങനെ ഒന്നും ചെയ്യില്ല സീതപ്പങ്ങളെ. ചില സത്യങ്ങള് 2 ആളെ കൊണ്ടും പറയിപ്പിക്കും. വിധി നടപ്പാക്കുന്നത് ദൈവല്ലേ. വയലോരം വീടിന്റെ നന്മയ്ക്കാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇവിടെ ചോര വീഴ്ത്താനാണ് ഭാവമെങ്കിൽ അത് നടക്കില്ല സിജ. ഇവിടുത്തെ അമ്മയെ വക വരുത്തിയവനാണ് ശിവ. അവളെ ഇവിടെ വിളിച്ചു കയറ്റാൻ പറ്റില്ല. എന്റെ ശാരദയെ കൊന്നിട്ട് സുഖിച്ച് നടക്കുവാ അവൻ. പോലീസും പട്ടാളവും ഒക്കെ ഉണ്ടല്ലോ ഈ നാട്ടില്. അവർക്കാർക്കും പിടിക്കാൻ പറ്റാത്തവനെ ഈ വീട്ടിൽ വെച്ച് പൂട്ടാൻ പറ്റിയാൽ അതിൽ കൂടുതൽ എന്ത് വേണം? മനസ്സിജ, അവനുള്ള ശിക്ഷ ഈ വയലോരം വീട്ടിന്റെ മുറ്റത്ത് വെച്ച് തന്നെ കൊടുക്കണം. കൊള്ളാം, നല്ല ഉപദേശം. ഒരു കൊലക്കത്തിയും കൂടെ എടുത്ത് കയ്യിൽ വെച്ചു കൊടുക്ക്. നമുക്കെല്ലാം ഇവിടെ കാഴ്ചയും കണ്ട് നിൽക്കാം. ആ മോളെ ഞാൻ കയ്യിലെടുക്കാം. വയലോരം വീട്ടിലെ അടുത്ത തലമുറയും കൂടി ചോര കണ്ട് അറപ്പ് മാറി വളരട്ടെ. രക്തം ചിന്തുന്ന ഒരു പരീക്ഷണവും ഈ വീട്ടുമുറ്റത്ത് വേണ്ട. അതിന് ഞാൻ കൂട്ടു നിൽക്കില്ല. ശിവയെ പിടിച്ചു കിട്ടി നമുക്ക് പോലീസിൽ ഏൽപ്പിക്കാം. അതു മതി. പോലീസിൽ ഏൽപ്പിച്ചിട്ടൊന്നും ഒരു പ്രയോജനമില്ല ബാലേട്ട. എനിക്ക് വിശ്വാസമുള്ള അന്തസ്സുള്ളൊരു പോലീസുകാരനുണ്ടായിരുന്നു, അയ്യപ്പൻകുട്ടി സാറ്. ഒരിക്കൽ ശിവയെ പിടിച്ചു കെട്ടി സാറിനെ ഏൽപ്പിച്ചതാ ഞാനും പിച്ചളയും. എന്നിട്ട് എന്തായി? ആണൊരുത്തനായ സാറിനെ പിന്നിൽ നിന്ന് കുത്തിവീഴ്ത്തി അവൻ കടന്നുകളഞ്ഞില്ലേ? ഇനിയൊരു പരീക്ഷണത്തിന് വയ്യ. ശിക്ഷ ഞാൻ കൊടുക്കും. പക്ഷേ സീതയെടുത്ത് ഭായിക്കുന്നത് പോലെ അത് ഈ വീട്ടിൽ വെച്ചായിരിക്കത്തില്ല. ശരി, ഒക്കെ സമ്മതിച്ചു. പക്ഷെ എന്തിനാ ബാലേട്ടന്റെ ഫോണിൽ നിന്ന് എന്നെ കൊണ്ട് കലയെ വിളിപ്പിച്ചത്? കേസിൽ എന്നെയും പ്രതിയാക്കാനല്ലേ? സിജൻ ഇപ്പൊ ചെയ്തത് അത് തന്നെയാ. എന്നെ കൊണ്ട് കലയുടെ അമ്മയെ വിളിപ്പിച്ചു. അവളോട് ഇവിടെ വരാൻ പറഞ്ഞു. നാളെ പോലീസിനോട് എനിക്കെതിരെ സാക്ഷി പറയുന്നത് അവരായിരിക്കും. സിജ, സീത പറയുന്നതിലും കാര്യമുണ്ട്. കുഴപ്പത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു കുഴപ്പവും വരില്ല ബാലേട്ട. ശിവ ഇന്ന് വയലോരം വീട്ടിലെത്തിയതിന് ഒരു തെളിവുണ്ടാകത്തില്ല. മതികല വരുമ്പോ സീതയെടുത്ത് സിമ്മും മെമ്മറി കാർഡും കൊടുത്താൽ മാത്രം മതി. ആരെങ്കിലും ചോദിച്ചാ കൊടുത്തു, പറഞ്ഞു വിട്ടു, അത്ര തന്നെ. കിട്ടിയത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അവൾ പിന്നീട് അറിയൂ. ഡ്യൂപ്ലിക്കേറ്റോ? ഓഹോ, അപ്പൊ വീണ്ടും അവളെ ചതിക്കുകയാണല്ലേ? അങ്ങനെ തന്നെ വേണം. അവളുടെ ഒറ്റ കാർഡും കൊടുക്കരുത്. ശിവയെ കൊല്ലുന്നത് മറ്റാരും ആയിരിക്കില്ല. മതികല തന്നെ അവനെ തീർക്കും. അതിനുള്ള പ്ലാനാ എന്റേത്. കൃത്യം നടന്നു കഴിഞ്ഞ ഉടനെ സിമ്മും മെമ്മറി കാർഡും ഞാൻ മുംതാസ് മേഡത്തെ ഏൽപ്പിക്കും. മതികല ശിവയെ കൊന്നതിനുള്ള തെളിവും അതോടെ എല്ലാ കാര്യങ്ങളും ശുഭപര്യവസാനം. വയലോരം വീടിനെ ഒരു ഗൂഢാലോചന വേദിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ദേ ബാലേട്ടന ഫോണിങ് വന്നേ. ഞാൻ കലയെ വിളിച്ച് വരണ്ടാന്ന് പറയട്ടെ. ഇവിടെ വെച്ച് അതിക്രമമൊന്നും കാണിക്കില്ലെന്ന് സിജൻ പറഞ്ഞില്ലേ?
പിന്നെ സഹകരിക്കുന്നതിന് നിനക്കെന്താ തടസ്സം? വിശ്വസിക്കുന്നവരെയൊക്കെ ചതിച്ചവനാണ് സിജൻ. ഇപ്പൊ പോലും എന്നെ പറഞ്ഞു പറ്റിച്ചു. കലയുടെ മെമ്മറി കാർഡും സിം കാർഡും ആണെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞത് ബാലേട്ടൻ കേട്ടില്ലേ? സീതേടത്തി, ഒരു കാര്യം മനസ്സിലാക്കണം. ചെറിയ ചെറിയ കള്ളങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ചെയ്തതും അത്തരത്തിലൊന്നാ. സീതേടത്തിക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാം. എങ്കിലും എന്നെ മനഃപൂർവ്വം അകറ്റാൻ ശ്രമിക്കുക. ഞാൻ കുഞ്ഞുമണിയെ തട്ടിയെടുക്കുമോ എന്നുള്ള പേടിയുണ്ടാ. രവിയേട്ടന് എന്നോടുള്ള വിരോധത്തിൽ ഞാൻ തെറ്റ് കാണുന്നില്ല. ഒരു പുരുഷനും പൊറുക്കാത്ത അപരാധം ചെയ്തവനാ ഞാൻ. പക്ഷേ സീതേടത്തിക്കറിയാം ഈ സീജൻ ഇപ്പം വെറും ഒരു സാധുവാണെന്ന്. ഈ വീട്ടിൽ മറ്റാരേക്കാൾ കൂടുതൽ സീതേടത്തിയാ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്. സീതേടത്തി മനസ്സിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു മഹാരഹസ്യം ഉണ്ടല്ലോ. വയലോരം വീടിന്റെ നന്മയെ കരുതി 1.5 വർഷം മുമ്പ് ഒളിപ്പിച്ച രഹസ്യം ഒന്ന് ഓർത്തു നോക്ക്. സിജൻ ദുഷ്ടനാണെങ്കിൽ സീതേടത്തി ഇന്നിവിടെ നിൽക്കുമായിരുന്നോ? എന്താ രഹസ്യം? 3 മാസത്തെ നിന്റെ തിരോധാനമാണോ? അതിൽ നിന്റെ വേഷം എന്തോ സിജ? ഞാൻ ഇത്രയും പറഞ്ഞത് തന്നെ എന്നെ നിവൃത്തികേടുകൊണ്ടാ. സീതേടത്തിക്ക് പറയാൻ മനസ്സുണ്ടെങ്കിൽ പറയട്ടെ. കുടുംബത്തിൽ ഒരു ഛിദ്രം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ അന്നത് മറച്ചു വെച്ചത്. വരാനിരിക്കുന്നതൊന്നും വഴി തങ്ങില്ലാന്ന് ബോധ്യമായി കഴിഞ്ഞു. സീതേടത്തി വരരുതെന്ന് ആഗ്രഹിച്ച ഛിദ്രം നടന്നു കഴിഞ്ഞു. ഇനി മറച്ചു വയ്ക്കുന്നതിൽ കാര്യമില്ലെങ്കിലും പറയണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് സീതേടത്തി തന്നെയാ. കൊള്ളാം സിജൻ, ഒരു തീപ്പൊരി ഇട്ട് കൊടുത്തിട്ട് ബാക്കി സീതേടത്തിയുടെ ഇഷ്ടമൊന്നല്ലേ? ഞാനിനി ഒന്നും മറക്കുന്നില്ല. ഒക്കെ പറയാൻ തീരുമാനിച്ചു. എന്നെ കൊല്ലാൻ ശ്രമിച്ചതാന്ന് മതികല എന്റെ തലയ്ക്കടിച്ച് വീഴ്ത്തി. പിന്നെ ഞാൻ കണ്ണു തുറന്നത് ഒരു ഹോസ്പിറ്റലിലാണ്. 3 മാസത്തെ ചികിത്സ വേണ്ടി വന്നു ഒന്ന് ഭേദമാവാൻ. ആരാ നിന്നെ ആശുപത്രിയിലാക്കിയത്? ആരാ നിന്നെ രക്ഷിച്ചത്? സിജൻ, 2 നാളുകളിൽ നിന്നും ഞാൻ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത്. എൻ്റെ കുട്ടുവിൻ്റെ സ്നേഹം എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റി തുടങ്ങിയ കാലം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ആദ്യത്തെ പുണ്യപ്രവൃത്തിയായിരിക്കും അത്. എന്നിട്ടാണോ മോളെ ഈയിടെയായി രവിയുടെ വാക്ക് കേട്ട് നീ ഇവനെ അകറ്റുന്നത്? ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ 3 മാസം നിനക്ക് അവനെ വിശ്വസിക്കായിരുന്നെങ്കിൽ ഈ ദിവസം കൂടി നീ അവനെ വിശ്വസിച്ചേ പറ്റൂ സീതേ. നമുക്ക് ദോഷം വരുന്നതൊന്നും സിജൻ ചെയ്യില്ല. മതികലെ ശിവയൊക്കെ വരട്ടെ. എന്റെ അമ്മയെ കൊന്നവർ ഒരുമിച്ച് എനിക്കും കാണണം. നീ പേടിക്കണ്ട മോളെ. പോലീസുകാർ വന്ന് ചോദിച്ചാൽ അവരോട് ഞാൻ പറഞ്ഞോളാം. ബാലന്റെ ഫോണിൽ നാം വെറുതെ വിളിച്ചത് ഞാനാണെന്ന്. ആ 2 എണ്ണത്തിനും മതിയായ ശിക്ഷ കൊടുത്തിട്ട് ജയിലിൽ പോകാൻ അപ്പച്ചിയമ്മയ്ക്ക് മടിയൊന്നുമില്ല മോളെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. പിന്നെ പണ്ട് രക്ഷിച്ചതിന്റെ പേരിൽ ഇപ്പൊ എന്നെ ശിക്ഷിക്കാനുള്ള അവകാശമൊന്നുമില്ല ആർക്കും. ഓരോന്നായി അറിയുമ്പോൾ നിന്നോടുള്ള കടവും കടപ്പാടും കൂടി ഒരു ദിവസിക്കാം. ഈ നിമിഷം രവി കൂടി വേണ്ടതായിരുന്നു ഇവിടെ. രവിയേട്ടന് എന്നോടുള്ള പകയൊക്കെ മാറും ബാലേട്ടാ. ഇന്നത്തെ രാത്രി ഒന്ന് പുലർന്നോട്ടെ. ഈ വീട്ടിൽ എല്ലാ പ്രശ്നങ്ങളും തീരും. ഓർമ്മ വീണ്ടെടുത്ത കുട്ടുവിനെയും കൊണ്ട് ഞാനിവിടെ എത്തും. എല്ലാവരും വീണ്ടും സന്തോഷത്തോടെ ജീവിക്കും. ഇവിടെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നത് നമുക്ക് അറിയില്ല മോളെ. നാളെ എന്താവുമെന്നും. നമുക്ക് ഈ മുറിന്ന് പുറത്തിറങ്ങുക വേണ്ട. കലാപ കാഴ്ചകളൊന്നും എന്റെ മോള് കാണുക വേണ്ട. സീതേ, ഓരോ ദിവസവും നിന്നോടുള്ള സ്നേഹവും ബഹുമാനം കൂടിക്കൂടി വരുക. എനിക്ക് ഈ കുടുംബത്തിനും വേണ്ടി നീ എന്തൊക്കെ സഹിക്കുന്നു. സത്യത്തിൽ ഞാനൊന്നും അറിയുന്ന പോലുമില്ല. ഓരോ വീട്ടമ്മമാരുടെയും കടമയാണ് ബാലേട്ട അത്. ചില രഹസ്യങ്ങൾ എന്നും രഹസ്യമായി തന്നെ ഇരിക്കണം. കലയുമായി ഇനി ഒരിക്കലും ഈ കുടുംബത്തിന് ഒത്തുപോകാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഞാനിത് പറഞ്ഞത്. അല്ലെങ്കിൽ എന്റെ മരണം വരെ ഈ രഹസ്യം ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിച്ചേനെ. മനസ്സിലായി. ഇത്രയൊക്കെ സഹിച്ച് നിന്നെ ഒരുപാട് വേദനിപ്പിക്കേണ്ടി വന്നത് ഓർക്കുമ്പോഴാ
എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല ബാലേട്ട. ഇനിയും വേദനിപ്പിക്കാൻ മടിക്കേണ്ട കാര്യമില്ല. എനിക്കറിയാം ബാലേട്ടന്റെ മനസ്സ്. ആ മനസ്സ് 2 ദിവസത്തിനകം എന്നെ വേദനിപ്പിക്കും. അപ്പച്ചിയമ്മയും അപ്പച്ചിയപ്പനും എൻ്റെ അമ്മയൊക്കെ എൻ്റെ കണ്ണ് നനയിക്കാൻ ഇവിടെ മത്സരിക്കും. ഞാനത് പ്രതീക്ഷിച്ചിരിക്കുക. പക്ഷെ ഇന്നത്തെ കളി അത് തീക്കളിയാ. പോലീസ് ചെയ്യേണ്ട ജോലി അവരിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. കൈവിട്ടു പോയാ ജീവിതാവസാനം വരെ ദുഃഖിക്കേണ്ടി വരും. എന്റെ മനസ്സ് പറയുന്നു കൈവിട്ടു പോവെന്ന്. കൊന്നറപ്പ് മാറിയവനാണ് ശിവ. കൊല്ലാൻ ഉത്തരവിടാൻ മടിയില്ലാത്ത മതികലയും കൂടി ചേരുമ്പോൾ സിജന്റെ പകയ്ക്ക് അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവൂ? ബാലേട്ടൻ പറയ. ആദ്യം തോന്നുന്ന ആവേശത്തിന് എടുത്തു ചാടാൻ എളുപ്പം. പെട്ടത് ചുഴിയിലാണെങ്കിൽ കൈകാലിട്ടടിച്ചാൽ സഹായിക്കാൻ ആളുണ്ടായാൽ പോലും ബുദ്ധിമുട്ടാവും ബാലേട്ടൻ. വയലോരം വീട്ടിൽ നിന്ന് അല്പം മാറി സേഫായ ഒരു സ്ഥലം ഞാൻ ഒരുക്കിയിട്ടുണ്ട് രഞ്ജിനി പെങ്ങളെ. 7:30 മണിയാവുമ്പോൾ അവിടെ എത്തിയാൽ മതി. തിരിച്ച് ഹോസ്റ്റലിൽ കൊണ്ടുപോയി വിടുന്ന കാര്യം ഞാൻ ഏറ്റു. ശരി, അപ്പൊ നേരിട്ട് കാണാം. രഞ്ജിനി പെങ്ങള് ഈവനിങ് ഫ്ലൈറ്റിന് ലാൻഡ് ചെയ്തിട്ടുണ്ട് മനസ്സിലുമ്പായി. ഇതോടെ നമ്മളെ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണം. ഇനി മതികലങ്ങടെ എത്തിയാ മതി. ആരാ പിച്ചളെ നിന്റെ രഞ്ജിനി പെങ്ങള്? അങ്ങനെ ഒരാളെ പറ്റി മുമ്പ് കേട്ടിട്ടില്ലല്ലോ. അതാ അപ്പച്ചമ്മ ഞങ്ങളിറക്കിയ മതികല. നടക്കാൻ പോണ പൂരത്തിന് ആരെങ്കിലും പരസ്യം കാണിക്കാറുണ്ടോ? അപ്പച്ചമ്മ കാത്തിരിക്കും. ഇനി ഏറിയ 1 മണിക്കൂറുള്ളൂ പൂരം തുടങ്ങാൻ. പിന്നെയും കള്ളത്തരം. സിജ, നേരെടുക്കുമ്പോൾ എനിക്കൊരു ഭയം. നിന്റെ കൈ നിൽക്കുവോ അതോ കൈവിട്ടു പോവോ? ധൈര്യമായിട്ടിരിക്കും ബാലേട്ടാ, ഒക്കെ നന്നായിട്ട് നടക്കും. നഷ്ടപ്പെട്ടു പോയ എൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ എനിക്ക് ഈ കളി ജയിച്ചേ പറ്റൂ. ഒക്കെ വരുന്നിടത്ത് വെച്ച് കാണാൻ ബാല. എന്തൊക്കെ സഹിച്ചതാ നമ്മള്. അതിനും മീതെ ഒന്നും ഇനി വരാനില്ല. പിന്നെ ഇങ്ങനെ ഒരു കർമ്മം ചെയ്താൽ ബാധ ഒഴിയുമെങ്കിൽ അത് നടക്കട്ടെ. എൻ്റെ അഭിപ്രായം അതുതന്നെയാ ബാല. ഒരു സാത്വികനായ ഞാൻ ഒന്നും മിണ്ടാതെ എല്ലാം കണ്ടും കേട്ട് നിൽക്കുന്നില്ലേ? പണ്ടും ഇതൊക്കെ പതിവാ. ധർമ്മം നിലനിന്ന് കാണാൻ വേണ്ടി മഹാമഹർഷിമാർ വരെ യുദ്ധം തടയാതെ നിന്നിട്ടുണ്ട്. ഇതും ഒരു ധർമ്മയുദ്ധ മോനി. ബാല, ഇനി നീ ഒന്നും പറയണ്ട. നേരെ ഇരുട്ടുന്നതോടെ മതികല ഇങ്ങെത്തും. മനുഷ്യൻ പറയുന്നതനുസരിച്ച് നമുക്ക് കാത്തിരിക്കാം. സീതെടുത്തി, എന്റെ സിം കാർഡും മെമ്മറി കാർഡും താ സീതെടുത്തി. എല്ലാരും എവിടെ പോയി? എന്താ ഒന്നും മിണ്ടാത്തേ? അതെ, ആരെങ്കിലും വരുന്നതിന് മുമ്പ് അതിങ്ങിത്താ. കല്ലേ, നീ ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കോ. പോവാനോ? എന്നെ വിളിച്ചു വരുത്തിട്ട് സീതെടുത്ത് എന്താ കളിയാക്കുവാണോ? അല്ല, എനിക്കാകെ പേടിയാവുന്നു. നീ പൊയ്ക്കോ കല്ലേ. ഓഹോ, പിന്നെ കബളിപ്പിക്കാനാ ഭാവമെങ്കിൽ ഇനി ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. മര്യാദക്ക് എന്റെ സിം കാർഡും മെമ്മറി കാർഡും തന്നോ, ഇല്ലെങ്കിൽ അറിയാലോ എന്നെ.
നിങ്ങളെ തീർത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. കലേ, ഇവിടെ നിൽക്കരുത്, ഞാൻ പറയുന്ന കേക്ക്. ഇതൊരു കെണിയാണ് കലേ. കെണിയോ? അതേടി, ഞാൻ ഒരുക്കിയ കെണിയാ. നിങ്ങൾ എനിക്ക് കെണി ഒരുക്കുന്നു. അതില് വീഴാനേ വെറും പെരിച്ചാഴിയോ മരപ്പട്ടിയോ ഒന്നും അല്ല ഞാൻ. മതികലയാ. എന്നെ കൊടുക്കാനേ നിങ്ങളുടെ എലിപ്പട്ടി ഒന്നും പോരാ. പുലിക്കണി തന്നെ വേണം. നല്ല സ്ട്രെങ്ത് ഉള്ള ഉരുക്ക് വലകൾ കൊണ്ട് തീർത്ത പുലിക്കണി. നിനക്കായി നല്ല ബലമുള്ള കെണിയൊരുക്കാൻ ഞാൻ മതിയോടി. എന്താ സീതയെടുത്ത് ഇത്? ഇവരെല്ലാവരും കൂടെ ശ്രമിച്ചാലും കലമോളെ വീഴ്ത്താനാവില്ല സീതയെടുത്തി. നിന്നെ വീഴ്ത്താൻ ഞാൻ മതിയാവോടി. ആഹാ, നീ ഉണ്ടായിരുന്നോ ഇവിടെ? ഗ്രേറ്റ് ആൻഡ് ഗ്രാൻഡ്. എനിക്ക് സന്തോഷമായി. ബായ് ചോദിച്ചതിന് സമാധാനം പറയടി. മനസ്സുജം ബായ് മതിയോ നിന്നെ വീഴ്ത്താൻ? ഇവൻ പണ്ട് എന്നെ വീഴ്ത്തിയതല്ലേ. ഒരു പഴയ സിനിമാ പാട്ടാ എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. പുല്ലാണ് എനിക്ക് നിന്റെ വാൾമുന, പക്ഷെ കൊല്ലുന്നു നിന്റെ കൊച്ചു കൺമുന. പ്രേമഗാനോ മനസ്സുജ? പഴയ പോലെ നമുക്ക് ഈ വയലോരം വീടിന്റെ അകത്തളങ്ങളിലൂടെ ഒരു ഡുവേറ്റും പാടി നടന്നാലോ? പ്രിയപ്പെട്ട സീതയടത്തി അല്ലാതെ മറ്റാരും കണ്ടിട്ടില്ലല്ലോ ആ കാഴ്ച. നിർത്തടി വൃത്തികെട്ടവളെ. പഴങ്കഥ പറഞ്ഞേ സിജനെ ഞങ്ങളുടെ മുമ്പിൽ കുറ്റവാളിയാക്കാനുള്ള നിന്റെ ശ്രമം നടക്കില്ല. സിജൻ ആരായിരുന്നു എന്നും ഇപ്പൊ ആരാണെന്നും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവള് പറയട്ടെ ബാലേട്ടാ. അണയാൻ തുടങ്ങുന്ന ദീപത്തിന്റെ ഒടുക്കം ഒരു കത്തലുണ്ടല്ലോ, അതുപോലെ ഡയലോഗ് അടിച്ച് അവൾ ആടി തിമിർക്കട്ടെ. ഈ ദീപം അണയോന്നുള്ളതേ നിന്റെ തോന്നലാ മനസ്സിജ. എന്നെ ഇവിടെ കൊണ്ടുവന്ന് വളഞ്ഞു വെച്ച് പിടിച്ചിട്ട് എന്താ നിന്റെ ഭാവമൊന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എനിക്ക് വിരോധവും ഇല്ല. വയലോരം വീട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോ എന്റെ ചുണ്ടത്തൊരു ചിരി ഉണ്ടാവും. നീ ഇവിടെ നിന്ന് എങ്ങോട്ടും പോയില്ലെങ്കിലോ? അപ്പോ നീ എന്നെ ഇവിടുന്ന് വിടത്തില്ല? കുറഞ്ഞ പക്ഷം മരണത്തിലേക്കെങ്കിലും എന്നെ നിനക്ക് പറഞ്ഞു വിട്ടല്ലേ പറ്റൂ. കൊല്ലുന്നത് നീയാണെങ്കി ഞാൻ ചിരിച്ചോണ്ടേ കണ്ണടയ്ക്കും. മരണം നിനക്കുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷയാവൂടി. നരകിക്കണം നീ. നരകിച്ച ചാകാവൂ. എങ്കി പിന്നെ പ്രിയപ്പെട്ട സിജനോട് പറ, നരക തുല്യമായ ഒരു മരണം എനിക്ക് വിധിക്കാൻ. ഒന്നിനെ എനിക്ക് പേടിയില്ല. ചിരിച്ചുകൊണ്ട് ഞാൻ നേരിടും. മതി, എല്ലാം ഇവിടെ അവസാനിപ്പിക്കാം. കല പൊയ്ക്കോട്ടെ. ഒന്നും വേണ്ടെന്ന് സിജനോട് പറയൂ ബാലേട്ടാ. ഇവളുടെ അഹങ്കാര വർത്താനം കേട്ടിട്ടേ എനിക്ക് വരെ പിടിക്കുന്നില്ല. പിന്നെ സിജൻ എങ്ങനെ സഹിക്കും? അത് നിന്റെ മെമ്മറി കാർഡിലെ രഹസ്യങ്ങൾ നിന്നെ തൂക്കുമരത്തിലെത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ സ്ഥിതിക്ക് നിന്നെ ഒറ്റയടിക്ക് കൊല്ലാൻ എനിക്ക് താല്പര്യമില്ല. നിനക്കുള്ള ശിക്ഷ കോടതി തന്നെ വിധിക്കട്ടെ. അല്ലെങ്കിലും എന്നെ ഒരു ചുക്കും ചെയ്യാൻ നിനക്ക് കഴിയില്ല. എന്റെ മുഖത്ത് നോക്കുമ്പോ നിനക്ക് കൈ വിറയ്ക്കും. ആത്മവിശ്വാസം വളരെ നല്ലതാ. അവസാന നിമിഷം വരെ അതാവാം. അറിയാവുന്ന ചെകുത്താന്മാരെ ഒക്കെ വിളിച്ച് പ്രാർത്ഥിച്ചോ നീ. ഞാനേ തുടങ്ങാൻ പോവാ. വേണ്ടെന്ന് പറയൂ ബാലേട്ടാ. എന്തായി കാണിക്കുന്ന ബാലേട്ടാ? ഇതൊന്നും ശരിയാവില്ല കേട്ടോ. മിണ്ടരുത് നീ. അകത്തെങ്ങാനും പോസിരുത് നീ. നിന്റെ പുതിയ സിം കാർഡ് മൊബൈല് കുറെ നേരത്തേക്ക് എനിക്ക് വേണം. എന്തിനാണെന്നറിയാമോ? ശിവയെ എന്നേക്കുമായി പൂട്ടാൻ. ഈ മുറിയില് ഈ ബന്ധനത്തിൽ കിടന്നുകൊണ്ട് നിസ്സഹായായി നീ അറിയും എന്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന്. കുറെ ക്രൂരതകൾ ചെയ്തു കൂട്ടി രസിച്ചതിലടി. ഇനി നീയും അറിയണം ഇരയുടെ വേദന എന്താണെന്ന്. ഈ നിമിഷം മുതൽ ഞാൻ നിന്നെ വേട്ടയാടാൻ തുടങ്ങുവാടി. കേട്ടോടി മതികല മോളെ.
പിച്ചളെ റെഡിയായിട്ടിരിക്കണം. അടുത്ത ടെസ്റ്റിന്റെ ചുമതല മുഴുവൻ ഞാൻ പിച്ചളെ ഏൽപ്പിക്കുക. ഞാൻ ഏറ്റുപോയി. മനസ്സിച്ച നീ പിച്ചളെ എങ്ങോട്ടാ പറഞ്ഞു വിട്ടത്? നേരത്തെ പിച്ചള ഫോണിൽ സംസാരിച്ചില്ലേ ഒരു രഞ്ജിനിയോട്? ഉവ്വ്. അവളാ നിങ്ങളുടെ മതികല എന്നല്ലേ പറഞ്ഞത്? അതെ, ശബ്ദം കൊണ്ട് അവളാ പുതിയ മതികല. ആ ശബ്ദമാ പല രഹസ്യങ്ങളിലേക്കുള്ള പൂട്ട് എനിക്ക് തുറന്നു തന്നത്. ആ ശബ്ദം കൊണ്ടും മതികലയുടെ പുതിയ ഫോൺ നമ്പർ കൊണ്ടും വയലോരം വീടിനെ ബാധിച്ച ദുർവിധിക്ക് ഞാൻ ക്ലൈമാക്സ് ഒരുക്കും. എന്താ എന്താ സിജിന്റെ ഉദ്ദേശം? അത് പറ. ശിവയെ കൊല്ലാൻ സ്വന്തം ഫോണിലൂടെ മതികലയുടെ ശബ്ദം ഉത്തരവിടും. അവളയച്ച കിങ്കരന്മാര് അവളുടെ വിധി നടപ്പാക്കും. റെക്കോർഡ് ചെയ്യുന്ന ആ ഫോൺ സംഭാഷണം സുരക്ഷിതമായി പോലീസിന്റെ കൈകളിലും എത്തും. നമ്മളോട് ഒരുപാട് ചതികൾ ചെയ്തു കൂട്ടിയ മതികലയ്ക്ക് നമ്മൾ ഇങ്ങനെയെങ്കിലും ഒരു മറുപടി കൊടുക്കണ്ടേ ബാലേട്ട? ഇതൊന്നും ഒട്ടും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല സിജ. കലയും ശിവ എന്ന ആ കൊലയാളിയും ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുക്കേണ്ടത് ഈ നാട്ടിലെ നിയമമാണ്. നിയമം പലപ്പോഴും വെറും നോക്കുകുത്തികളാ സിദ്ധെടുത്തി. ഇവിടുത്തെ അമ്മയെ കൊന്നവളെയാ ഞാൻ അകത്ത് ബന്ധിച്ചിരിക്കുന്നത്. ഇവിടെ തിമിർത്ത് രസിക്കുകയല്ലായിരുന്നു അവള്. എന്റെ അല്ലിയെയും മതികലയുടെ ആജ്ഞ അനുസരിച്ച് അമ്മയും വകവരുത്തിയവനാ ശിവ. കേരള പോലീസിന്റെ പിടികിട്ടാപ്പുള്ളി. അവനെ എന്താ ഈ പറയുന്ന മഹത്തായ നിയമം പിടികൂടാത്തത്? പിടിച്ചു കൊടുത്താലും ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഒരു സുപ്രഭാതത്തിൽ കാണാം ഇവനൊക്കെ വീണ്ടും വാളെടുത്ത് നമ്മുടെ മുമ്പിൽ ഉറഞ്ഞു തുള്ളുന്നത്. സിജൻ എന്ത് പറഞ്ഞാലും ശരി, ഇതിനൊന്നും കൂട്ടു നിൽക്കാൻ എനിക്ക് വയ്യ. എങ്കിൽ പോലീസ് വന്ന് ചോദിച്ചാ കണ്ട കാഴ്ചകളൊക്കെ പറഞ്ഞു കൊടുത്തോ? ഇത്രയും ചെയ്തതിന്റെ പേരിൽ തൂക്കുമരമേറേണ്ടി വന്നാലും എനിക്ക് പേടിയില്ല സീതെടുത്തി. അന്തസ്സായിട്ട് ആണായിട്ട് പിറന്ന് ആണായിട്ട് ജീവിച്ച് ആണായിട്ട് മരിക്കുന്നു എന്ന ബോധ്യത്തോടെ ഞാൻ മരണത്തെ സ്വീകരിച്ചോളാം. സീതേ, നീ അകത്ത് പോ. മോളുടെ കൂടെ ഇരുന്നാ മതി. ഇവിടെ എന്ത് നടന്നാലും ഇടപെടണ്ട. ചെല്ലുമക്കളെ, എന്തായാലും തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഇതിനൊരവസാനം കണ്ടേ പറ്റൂ. മതികല ട്രാപ്പിലായി. അല്പം മാറി അവളുടെ ഫോണുമായി ശിവരഞ്ജിനിയും പിച്ചളയും. ഇനി നടക്കേണ്ടത് ശിവപാണ്ഡ്യ പെരുമാളിന്റെ വരവ്. വെറും വരവല്ല, അവന്റെ ഒടുക്കത്തെ വരവ്. അവനെത്തിക്കഴിഞ്ഞു. സഞ്ജുവിനെ ഒന്ന് വിളിക്കാം. ഇവൻ നാട്ടിലല്ലേ? ശവം. മാഡത്തിന്റെ മെസ്സേജ്. ഡോണ്ട് കോൾ. എത്തിയോ? അവൻ പുറത്തുണ്ട്. എന്താ മാഡത്തിന്റെ പ്ലാൻ? എന്തായാലും ഒരു വെടിക്കുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട്.
ഞാനാ ശിവ, മനസ്സിജൻ. നിന്റെ ശത്രു മനസ്സിജനല്ല ഞാൻ, നിന്റെ പഴയ കൂട്ടുകാരൻ. നമ്മൾ ഒരുമിച്ച് എന്തെല്ലാം ചെയ്തു കൂട്ടിയിരിക്കുന്നു. ഒക്കെ ഒരു കാലമല്ലേടാ. എന്താ നിന്റെ ഉദ്ദേശം? മാഡം എവിടെ? എന്നെ വിളിച്ച് വരാൻ പറഞ്ഞത് മാഡമാ. നേരാ, നീ പറഞ്ഞതിൽ പാതി സത്യമാ. നിന്നെ വിളിച്ചതേ മതികലയാ. പക്ഷേ ഈ വീടിന് പുറത്തു നിന്നും നിന്നെ അകത്തേക്ക് വരാൻ പറഞ്ഞത് ഞാനാ, നിന്റെ പഴയ തോഴൻ. ഇല്ല, നിന്നെ ഞാൻ വിശ്വസിക്കില്ല. ഇതിലെന്തോ ചതിയുണ്ട്. അതെ, ചതിയുണ്ട്. പക്ഷേ ആ ചതി ഒരുക്കിയത് ഞാനല്ല, നിന്റെ മതികല മേഡമാ. മാഡം എന്നെ ചതിക്കാനോ? വെറുതെ നുണ പറയേണ്ട മനസ്സില്ല. നീ മാഡത്തെ അപകടപ്പെടുത്തിയിരിക്കുന്നു. ഇല്ലടാ, ഞാനും നിന്റെ പഴയ മേഡവും ഇപ്പം വീണ്ടും ലോഹിത്തിലായി. ഞങ്ങളുടെ പൊതുശത്രുവും ഇപ്പം നീയാ. സംശയമുണ്ടെങ്കിൽ നീ നിന്റെ മാഡത്തെ വിളിച്ചു നോക്ക്. വിളിക്കടാ. എന്തൊക്കെയുണ്ട് മോനെ ശിവ വിശേഷങ്ങൾ? ഇതാണ് ആ ഫോൺ. ഞാനും മതികലയും ചേർന്നുള്ള കൂട്ടുകെട്ടാണ് ഇതെന്ന് നിനക്കിപ്പോ മനസ്സിലായല്ലോ. ഇനി വേണമെങ്കിൽ നിനക്ക് ഞാൻ മാഡത്തിന്റെ പുതിയ ഫോൺ നമ്പർ തരാം. എന്താ അവക്ക് പറയാനുള്ളതെന്നറിയാലോ. എന്നാ താ. എന്റെ മാഡം എന്തായാലും നിനക്കെന്നെ ഒറ്റുകൊടുക്കില്ല. അതെനിക്ക് പൂർണ്ണ വിശ്വാസം. ശരി, എങ്കിൽ നീ വിളിക്ക്. നമ്പർ ഞാൻ പറയാം. 884438. സ്പീക്കർ ഫോണിലിട്ട് ശിവ, ഞാനിവിടെ കേൾക്കട്ടെ. ശിവ, എത്തിയോ? എത്തി. കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട. ഞാൻ പറയുന്നത് കേട്ടാ മാത്രം മതി. ശരി മാഡം. എന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന നീ ഇനി ജീവിച്ചിരിക്കുന്നത് എനിക്ക് അപകടമാണ്. അതുകൊണ്ട് ഈ കഥയിൽ നിന്റെ റോള് കഴിഞ്ഞു ശിവ. നിന്നെ ഞാൻ എന്റെ കിങ്കരന്മാരുടെ നടുവിലാ നീ ഇപ്പോ. ഇനി നേരെ യാത്ര നരകത്തിലേക്ക്. വിളിച്ചു വരുത്തി ചതിക്കായിരുന്നല്ലേ നീ? അതേടാ, നമ്മൾ ഒരുമിച്ച് ഒരുപാട് ചതിച്ചതല്ലേ. ഇനി ഞാൻ ഒറ്റയ്ക്ക് ചതിക്കും. പെണ്ണിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് ഒരിക്കൽ കൂടെ നീ തെളിയിച്ചു. നീ പറഞ്ഞിട്ടാ ഞാൻ ഒക്കെ ചെയ്തത്. അല്ലാതെ വയലോരം വീട്ടിനോട് എനിക്കെന്തു ശത്രുത? നീ പറഞ്ഞിട്ട് കുട്ടിമണിയെ തീർക്കാൻ വേണ്ടിയല്ലടി ഞാൻ ശ്രമിച്ചത്. അതിനിടയിലല്ലേ ശാരദാമ്മ ചത്ത് തൊലഞ്ഞത്. നീയല്ലടി ഇവിടുത്തെ കൊച്ചിനെടുത്ത് പൈതൽ മേരിക്ക് കൊടുത്തത്. ഞാനല്ലേ നിനക്ക് ആ സ്ത്രീയെ പരിചയപ്പെടുത്തി തന്നത്. എല്ലാം ചെയ്തിട്ട് നീ രക്ഷപ്പെടാന്ന് കരുതണ്ട. ഇന്ന് തന്നെ ഞാൻ പോലീസിൽ സറണ്ടർ ആവും. എല്ലാ കേസിലും തുമ്പുണ്ടാവൂടി, കൊലക്കേസിൽ മാത്രമല്ല. നിന്റെ ക്രൂരതകളുടെ എല്ലാം. നിർത്തടി നിന്റെ കൊലച്ചിരി. നിനക്ക് ഞാൻ ശുഭയാത്ര നേരുന്നു ശിവപാണ്ഡ്യ പെരുമാളെ. ബാക്കി എന്റെ ആളുകൾ നോയിക്കോളും. ഹലോ ഹലോ. അപ്പൊ യാത്ര തുടങ്ങുകയല്ലേ? മനസ്സിലാ? വേണ്ട, നീ മതികളെ വിശ്വസിക്കരുത്. അവള് നിന്നെയും ചതിക്കൂടാ. നമ്മൾ രണ്ടുപേരും അവളുടെ ചതി പെട്ടതാ. എന്റെ ശാരദയെ കൊന്ന മഹാഭാവി, ഈ വീട്ടിൽ നിന്ന് നീ ജീവനോടെ പുറത്തു പോകത്തില്ലടാ. നീ സിജന്റെ കാല് പിടിച്ചിട്ട് ഒരു കാര്യമില്ല. നിന്നെ തീർക്കുന്നത് ഞാനടാ. നീയോ? എന്നെയോ? അതേടാ.
കൊല്ലടാ. ബാലേട്ടാ മതി, വേഗം ഇവനെ കൊണ്ട് ഇവിടുന്ന് പോവാൻ പറ. നിനക്ക് ഇപ്പോഴും ഇവനോട് സാധാരണമാണോ? നമ്മുടെ കുഞ്ഞിനെ അടുത്ത് വിട്ട കാര്യം പറഞ്ഞില്ലേ ഇവൻ? നമ്മുടെ കുഞ്ഞിനെ എന്ന് ഇയാൾ പറഞ്ഞിട്ടില്ല, ഇവിടുത്തെ കുഞ്ഞിനെ എന്നാ പറഞ്ഞത്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് കുട്ടുമണിയുടെ സിജന്റെ കുഞ്ഞിനെയാവും. സിജൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, കലയെ ഉപദ്രവിച്ചത് മതി. ഞാൻ എന്തായാലും അവളുടെ കെട്ടഴിച്ച് വിടാൻ പോവാ. തടയേണ്ട ബാലേട്ടാ, ഇതെടുത്ത് കെട്ടഴിക്കട്ടെ. വേഗം ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിക്കോകല്ലേ. എന്നെ വിളിച്ചു വരുത്തിട്ട് എല്ലാത്തിനും കൊല്ലിവിടിഞ്ഞ നിന്റെയൊക്കെ ചോരയില് എനിക്കൊന്ന് കുളിക്കണം. നിന്റെ വിചാരണ തുടങ്ങാൻ പോവാ. നിനക്ക് വിലക്കെടുക്കാൻ പറ്റുന്ന നിയമത്തിന്റെ വിചാരണയല്ല, ഈ വയലോരം വീടിന്റെ വിചാരണ. നിനക്കുള്ള ശിക്ഷ വിധിക്കുന്നത് നീ കൊന്ന ഇവിടുത്തെ അമ്മയാടി. ഇവിടെ രക്ഷപ്പെടാനായി അയച്ചുവിട്ട സീതയുടെ കഴുത്തിന് എന്നെ പിടിച്ചു. ഒരിക്കലും നേരെയാവാത്ത ജന്മ ഇവളുടേത്. എന്നെ നേരെയാക്കാൻ ഒരുത്തനും വരണ്ട. അല്ലേലും ഇനി നിന്നെ ആരും നേരെയാക്കേണ്ട കാര്യമില്ലടി. ഇവിടെ നടന്നതൊക്കെ നീ അറിഞ്ഞില്ലേ? നിന്റെ ശബ്ദത്തിൽ നിന്റെ ഫോണിൽ നിന്ന് സംസാരിച്ച് ശിവയെ കൊല്ലാൻ നീ നിന്റെ കിങ്കരന്മാർക്ക് ഓർഡർ കൊടുത്തു. ഈ മനസ്സിജന്റെയോ വയലോരം വീടിന്റെയോ പേര് പോലുമില്ല ആ സംഭാഷണത്തിൽ. 2-3 ദിവസത്തിനകം തപാലിൽ നിന്റെ ഓഡിയോ SP ഓഫീസിലെത്തും. അതിനു മുമ്പ് ആയുസിന്റെ പുസ്തകത്തിൽ നിന്നും ശിവപാണ്ഡ്യ പെരുമാളിന്റെ പേര് ഞാൻ ഇങ്ങ് കീറിയെടുത്തിരിക്കും. എടുത്തോടാ, നീ എടുത്തോ. നിനക്ക് വേണ്ടി ഞാൻ തീർക്കണോ ഇവനെ? ഇപ്പൊ തീർത്തേക്കാം. ഈ വയലോരം വീട്ടിൽ വെച്ച് നീ ഒരു കൊതുകിനെ പോലും കൊല്ലത്തില്ലടി. വെറുതെ നിന്ന് നാവാടിയാ ചവിട്ടി അരക്കും ഞാൻ. ഒന്നും വേണ്ട, അവളെ ഒന്ന് വിട്ടേക്ക്, എവിടെങ്കിലും പൊയ്ക്കോട്ടെ. വേണ്ടേ, എനിക്ക് നിന്റെ ഔദാര്യൊന്നും വേണ്ട. ഒന്നെങ്കിൽ നിങ്ങൾ എല്ലാരും കൂടെ എന്നെ കൊല്ലും, ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് എല്ലാത്തിനും കൊന്നിട്ടേ പോകത്തുള്ളൂ. പറ, നീ പറ, ആരെ ആദ്യം കൊല്ലേണ്ടേ? ആരെ ആദ്യം കൊല്ലേണ്ടേ? അവളെ തന്നെ ആദ്യം കൊല്ലും. കുട്ടിമണിയുടെ ആ പൊട്ടി കൊച്ചിനെ. ഞാൻ അനുഭവിക്കേണ്ട സ്വത്തുക്കൾ തൊട്ടിയെടുത്ത ആ പിശാചിനെ. എവിടെ അവള്? എവിടെ? അവളെവിടെ? ഇവക്ക് ഭ്രാന്തൊന്നുമല്ല, ഇതൊക്കെ ഇവളുടെ നാടകം. ഒരു ഒറ്റ എണ്ണം പിടിച്ചതായാലും ഇല്ലെങ്കിൽ ഇവിടെ ഒന്ന് പറഞ്ഞു വിടസിച്ച എനിക്കൊന്നും കാണാൻ പോയി. ഞാൻ പോവില്ല, ഇവിടെ എങ്ങും ഞാൻ പോവില്ല, എങ്ങോട്ടും പോവില്ല. പോയി, ഒക്കെ പോയി. പെണ്ണായി പിറന്നപ്പോഴേ പോയി. ആണൊരുത്തനെ മോഹിച്ചപ്പോ ബാക്കിയും കൂടി പോയി. സ്വത്തും പണവും ജീവിതവും എല്ലാം പോയി. ഇനി ശരീരം അത് വയലോരം വീടിനാ. വാ, എല്ലാരും വാ, വാടാ, എന്നെ കീറി മുറിക്ക്, എന്നിട്ട് ഒറ്റയ്ക്ക് തിന്നെല്ലാരും കൂടെ. എല്ലാരും വാ. എന്താ എന്താ പേടിച്ചു പോയോ? എന്താ വരാത്തെ? വന്ന് തീർക്ക്. ഇതൊന്നും കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ.
ചോണയില്ല. എന്നെ തൊടാൻ പോലും ആർക്കും ചോണയില്ല. ഇവളുടെ ഈ വർത്താനം കേട്ട് നിൽക്കാതെ പിടിച്ചൊന്ന് പൊട്ടിക്ക് മനസ്സിലും പോയി. എടാ പിച്ചളെ, ഇവക്ക് നട്ടപ്രാന്തായടാ. അയ്യോ, ഇത് പഴയ കൊലച്ചിരിയല്ല, വട്ടിന്റെ ചിരിയാ. ബാലേട്ടാ, ഞാനും എന്റെ മോളും ഇവിടെ നിന്ന് ഇറങ്ങുക. നിന്റെ മോളോ? Yeah.